IPL നടക്കുന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനാണ് നേരിടുന്നത്. മാച്ച് നടക്കുന്നത് ഗുവാഹത്തിയിലാണ്. അത് ഗ്രൗണ്ട് എന്ന് പറയുന്നത് കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ടായിട്ടായിരിക്കും കണക്കാക്കുന്നത്. രണ്ടും ടീമും ആദ്യത്തെ മത്സരം തോറ്റിട്ടാണ് രണ്ടാമത്തെ മത്സരത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഈ മത്സരം രണ്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. ഒരു പോയിന്റ് ടേബിൾ ഓപ്പൺ ചെയ്യുക എന്നുള്ളത്, അതോടൊപ്പം തന്നെ ടീമിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഇന്നത്തെ ജയം രണ്ട് ടീമുകൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടൈറ്റ് മാച്ച് തന്നെ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. സഞ്ജു ഇന്നും ലീഡ് ചെയ്യുമെന്നുള്ളത് ഒരു കൺഫർമേഷൻ. ആദ്യത്തെ 3 മാച്ചാണ് അദ്ദേഹം റെസ്റ്റ് ലീഡ് ചെയ്യാതെ ഇമ്പാക്ട് പ്ലെയറായിട്ട് വരിക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് ശരിയാണെങ്കിൽ ഇന്നും അദ്ദേഹം ഫീൽഡിംഗ് ടൈമിൽ ലീഡ് ചെയ്യാൻ ഉണ്ടാവില്ല. ഇമ്പാക്ട് സബായിരിക്കും ബാറ്റിങ്ങിന് വരിക. റിയാൻ പരാഗ് തന്നെയായിരിക്കും ടീമിനെ ലീഡ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ മാച്ചിന് അദ്ദേഹത്തിന് പറ്റിയ ഒരു മിസ്റ്റേക്സ് എല്ലാം മാറ്റി ഒരു ശക്തമായിട്ട് ടീമിനെ ലീഡ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അതുപോലെ തന്നെ കൊൽക്കത്ത അജിങ്ക്യ രഹാനെയുടെ സെക്കൻഡ് മാച്ചാണ്. അദ്ദേഹം കൊൽക്കത്ത ഫ്രാഞ്ചൈസിയിലേക്ക് വന്നിട്ട് സെക്കൻഡ് മാച്ചാണ്. ഫസ്റ്റ് തോറ്റു. അദ്ദേഹത്തിനും ഒരു ജയം അനിവാര്യമാണ്. ഒരു പ്രഡിക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഒരു സ്ക്വാഡ് സ്ട്രെങ്ത് വെച്ചിട്ട് ഞാൻ കൊൽക്കത്തയ്ക്കാണ് ഒരു ജയം കാണുന്നത്. ഇത് പറയുന്നത് സ്ക്വാഡ് സ്ട്രെങ്ത് വെച്ചിട്ട് മാത്രമാണ്. ഒരുപാട് മികച്ച മാച്ച് വിന്നിംഗ് പ്ലേയേഴ്സ് കൊൽക്കത്തയ്ക്കുണ്ട്. അവരുടെ ഒരു കോർ അവർ നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പുറത്ത് രാജസ്ഥാനിലേക്ക് വരികയാണെങ്കിലും അവരുടെ ഒരു കോർ പ്ലേയേഴ്സ് അവർക്ക് ഉണ്ട്. റിയാൻ പരാഗ്, സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ എന്ന് പറയുന്ന, സന്ദീപ് ശർമ്മ എന്ന് പറയുന്ന ഒരു കോർ ടീം അവർക്കുണ്ട്. അവരും രാജസ്ഥാൻ്റെ സൈഡിലും ഒരുപാട് ഒറ്റയ്ക്ക് മാച്ച് ജയിക്കാൻ കഴിവുള്ള ഒരുപാട് പ്ലേയേഴ്സുള്ള ടീമാണ്. ബട്ട് സ്റ്റിൽ ഞാനൊരു എഡ്ജ് കൊൽക്കത്തയ്ക്ക് കാണുന്നു. അത് മാച്ച് എങ്ങനെ വരുമെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ ഈ മാച്ചിൽ ഐ ഗോ വിത്ത് കൊൽക്കത്ത. അത് പ്രഡിക്ഷൻ എങ്ങനെ വരുമെന്ന് കാണാം. മാച്ച് അനാലിസിസുമായിട്ട് മാച്ചിന് ശേഷം വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.